ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മാവ് കുഴയ്ക്കാതെ പരത്താതെ കോരി ഒഴിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരു ദോശമാവിൽ നിന്നും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മൾ ദോശമാവൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ ഒരുപാടങ്ങ് കട്ടിക്ക് മാവ് കലക്കിയെടുക്കരുത്. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ വേണം ഇതിന് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ചപ്പാത്തിക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. അതിനുശേഷം 1 സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ടതിന് ശേഷം നമുക്ക് സ്പാച്ചില കൊണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങി വരും. ഇതുപോലെ മറച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ സ്പാച്ചിൽ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇനി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ചപ്പാത്തിയാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.